ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്നായിരുന്നു പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വിവാദമായേക്കാം. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത്. അതാണ് നാം നൽകുന്നത്. ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകുന്ന തുകയല്ല. എം സ്വരാജിനായി വോട്ട് തേടി മുഖ്യമന്ത്രിയുടെ റാലി മണ്ഡലത്തിൽ തുടരുകയാണ്. വൈകിട്ട് മൂത്തേടത്തും നിലമ്പൂരിലും പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോ നടത്തുന്നുണ്ട്. PV അൻവറിന് വേണ്ടി തൃണമൂൽ MP-യും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാനും മണ്ഡലത്തിലുണ്ട്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് വളരെ താരനിബിഡമായൊരു ദിവസമാണ്. എല്ലാ ദിവസവും ഇഷ്ടംപോലെ താരങ്ങളുണ്ട്, പക്ഷെ ഇന്ന് സൂപ്പർ താരങ്ങളാണ് ഇറങ്ങുന്നത്. എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? എത്രത്തോളം ആവേശം? ഈ മഴയുണ്ട്, റെഡ് അലേർട്ടാണ്, അതൊക്കെ പ്രകടമാണോ? അതിനെയും മറികടക്കുന്ന ഒരു ആവേശമൊക്കെ മണ്ഡലത്തിൽ കാണാനുണ്ടോ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മഴയാണ്, റെഡ് അലേർട്ടാണ്. ഒരുപക്ഷെ ഈ പ്രചരണം ആരംഭിച്ച ദിവസങ്ങളെക്കാൾ വ്യത്യസ്തമായി അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ പ്രകൃതി അതിശക്തമായ മഴയാണ്, മോശമായ കാലാവസ്ഥയുമാണ്. ഇതിനെ അതിജീവിച്ചു കൊണ്ടുവേണം പ്രചരണം മുന്നോട്ട് പോകാൻ. ഇന്നത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രത്യേകതയുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പര്യടനം തുടരുന്നു. മുഖ്യമന്ത്രി നിർണായകമായ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ഈ പൊതുയോഗങ്ങൾ സ്വീകരിക്കുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധി വന്നു. UDF-നെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരക പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഇന്ന് രണ്ടിടങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ഒപ്പം യൂസഫ് പത്താൻ അവസാനപക്ഷം. ഒരുപക്ഷെ ഈ അൻവർ ക്യാമ്പ് ആദ്യ ദിവസങ്ങളിൽ അല്പം തണുത്ത മട്ടായിരുന്നെങ്കിൽ അവസാനഘട്ടം യൂസഫ് പത്താൻ അടക്കം കളത്തിലിറക്കി വലിയ ആവേശം അൻവർ ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. മുഖ്യമന്ത്രി നേരത്തെ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ട ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് അല്പസമയം മുമ്പ് അവസാനിച്ച പൊതുയോഗത്തിലുണ്ടായത്. അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമെന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് വിവാദമായേക്കാമെങ്കിലും ഒരുപക്ഷെ ഇടതുപക്ഷം അത് വീണ്ടും ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. നേരത്തെ തന്നെ ഈ വിഷയം ക്ഷേമ പെൻഷൻ വിവാദങ്ങൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തതുമാണ്. അതുകൊണ്ട് അത് വീണ്ടും ഉന്നയിക്കപ്പെടാനാണ് സാധ്യത. പ്രതിപക്ഷത്തിന്റെ നീക്കം നിർണായകമാണ്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി എന്ന വാദം പ്രതിപക്ഷം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയെങ്കിൽ വരുന്ന പൊതുയോഗങ്ങളിലും രാഷ്ട്രീയ നീക്കങ്ങളിലുമൊക്കെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഇനി അവശേഷിക്കുന്ന 2 ദിവസം 2.5 ദിവസത്തോളം വരുന്ന ഈ പരസ്യ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ നമുക്ക് നിലമ്പൂരിൽ നിന്നും പ്രതീക്ഷിക്കാം. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നിലമ്പൂരിന് സൂപ്പർ സൺഡേയാണ്. സൂപ്പർ താരങ്ങൾ ഇറങ്ങുന്ന ദിവസം. ആവേശകരമായ പ്രചരണമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചാരണം ആവേശത്തിലാക്കാൻ യൂസഫ് പഠാൻ കളത്തിലിറങ്ങി. 11:30 നിലമ്പൂരിലെ ടർഫിലെത്തിയ യൂസഫ് പഠാൻ കുട്ടികൾക്കൊപ്പം അല്പസമയം ക്രിക്കറ്റ് കളിച്ചു. അൻവറിന് ദീദിയുടെ പിന്തുണയുണ്ടെന്നും നിലമ്പൂരിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അൻവർ ആകുമെന്നും യൂസഫ് പഠാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി മാധ്യമങ്ങളോട് എന്തെങ്കിലും പങ്കുവയ്ക്കുമോ എന്നുള്ളത് പറയാനാകില്ല. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ യൂസഫ് പഠാൻ PV അൻവറിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്.